വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു കഫ്താൻ ടോപ്പാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലോത്തിനെ 4ആക്കി മടക്കിയെടുക്കണം. ഇതിൻ്റെ അളവ് വരുന്നത് 20 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിടുത്തുമാണ് വരുന്നത്. നെക്കിൻ്റെ വിടുത്ത് വരുന്നത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് 1.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6-7 വയസ്സ് കുട്ടികൾക്കുള്ള മെഷർമെന്റ് ആണ്. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മെഷർമെന്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ ബോഡി സൈസ് അനുസരിച്ച് മെഷർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് നിവർത്തിയിട്ട് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഈ ഒരു നെക്കിന്റെ കട്ടിങ് മാത്രമേ ഈ ഒരു ടോപ്പിന് വരുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഫ്രണ്ട് നെക്കിൽ ചെറുതായിട്ട് ഒരു 2 ഇഞ്ചിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കുക. അതിന്റെ 3 വശവും ഒന്ന് മടക്കി തേച്ചെടുക്കുക. എന്നിട്ട് ഈ പീസ് നെക്കിന്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സ്റ്റിച്ചിൽ തട്ടാതെ അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ബാക്ക് വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ആ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ലേസ് വെച്ച് കൊടുക്കാണ്ട് നെക്കിൽ ഓപ്പൺ കൊടുത്ത ഈ ഭാഗത്താണ് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാനുള്ളത്. ഈ ലേസ് ഇതുപോലെ വെച്ചെടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള നീളമുള്ള ഒരു ക്ലോത്ത് എടുക്കുക. നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 1/2 ഇഞ്ച് പുറത്തേക്ക് വിട്ടതിന് ശേഷമാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. നെക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിക്കുന്നിടത്തും 1/2 ഇഞ്ച് പുറത്തേക്ക് വിടണം കേട്ടോ. ഇപ്പം ഞാൻ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കണം മൊത്തമായിട്ട്. ഇങ്ങനെ വെട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പീസ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ചീത്തവശത്തേക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 വശവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 വശത്തും നമുക്ക് ലേസ് വെച്ച് കൊടുക്കാനുണ്ട്. 4 വശവും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലേസ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഈ ഒരു ലേസ് 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലേസ് ഇല്ലാതെയും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് വെച്ചാൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഞാൻ 4 വശവും ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് വെക്കാനുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. മേലിന്ന് താഴത്തോട്ടേക്ക് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക 2 സൈഡിലും. ഈ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് 12 ഇഞ്ച് വിടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് അല്ലാതെ ഒരു വള്ളിയും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 2 സൈഡിലും നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. 6 ഇഞ്ച് ലെങ്ത്തിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അത് 2 എടുത്തിട്ടുണ്ട് ഓരോ സൈഡിലും വെച്ച് കൊടുക്കാൻ. ഈ 2 ഇലാസ്റ്റിക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. നല്ല വശത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ആം ഹോളായിട്ട് നമ്മൾ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ താഴെ നിന്ന് മേലോട്ട് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് ചെയ്ത ഭാഗം ഒരുമിച്ച് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇതേ അളവ് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റെ എല്ലാ ടെൻഷനുകളും എനിക്കുണ്ട്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. സ്റ്റിച്ചിങ്ങിനോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചെടുത്ത ഒരാളാണ് ഞാൻ. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ സൈസ് അനുസരിച്ച് മെഷർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാനൊരു സാമ്പിൾ കൊടുത്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.